അവൻ പറഞ്ഞു ഇതുപോലെ മതം മാറിയിട്ട് ഞങ്ങളുടെ ജാതിയല്ല വിവാഹം കഴിക്കാം. അപ്പം കൊച്ചു പറഞ്ഞു എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. മോടെ പേർക്ക് വീട് സ്ഥലവും എല്ലാം അത് മൈൻഡിൽ വന്നതിന് ശേഷമാണ് ഭയങ്കര ടോർച്ചിങ് ആയത്. ഈ വീട് വെച്ചതിന് ശേഷം ഭയങ്കര ടോർച്ചിങ് ആയിരുന്നു. ഈ ഷഹാനയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് പറയുന്നത്. അപ്പം അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. എന്നാലും അവൻ ടോർച്ചറിങ് ആയിരുന്നു കൊച്ചിനെ. ഈ മോള് വീട് വെച്ചപ്പോൾ 1 വർഷമായി. അപ്പം അതിന് ശേഷം അവന് ആ വീടും ഒരു ഇതായിട്ടുള്ള അവന് ഇവിടെ വന്ന് കൊച്ചിനുമായിട്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ ഇതായിരുന്നു. കൊച്ചിനെ ടോർച്ചർ മോൾക്ക് ഇഷ്ടമല്ലായിരുന്നത്. എന്നുവെച്ചാൽ ഭർത്താവ് ഗൾഫിലല്ലേ, അപ്പോൾ അവൾക്ക് അത് താല്പര്യമില്ലായിരുന്നു, മോൾക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ മോള് വീട് വെച്ചതിന് ശേഷം ഇപ്പോൾ അയാൾ കൂടുതൽ കൊച്ചിനെ ടോർച്ചിങ്ങും വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യക്കും. പിന്നെ അവൻ ഭയങ്കര ഇതായിട്ടാണ് സംസാരിക്കുന്നത്. ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു ദിവസവും. അതെനിക്കറിയാമായിരുന്നു. അല്ല ഷഹാന അല്ലാതെ ഇവിടെ ഒന്ന് പറയാറുണ്ടായിരുന്നു? ഇല്ല, മോൾ അങ്ങനെ എൻ്റെ അടുത്തൊന്നും പറയത്തില്ല. അച്ഛനും കൂടെ മരിച്ചതിന് ശേഷം മോള് ഞാനും മാത്രം. അപ്പോൾ ആ ഒരു ഇതിൽ കുഞ്ഞ് എൻ്റെ അടുത്ത് അങ്ങനെ മാനസികമായിട്ട് പറയത്തില്ല. പക്ഷേ എനിക്കത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട് സംസാരിക്കുന്ന, ഒളിച്ച് ഒരു മാറി നിന്നൊക്കെ സംസാരിക്കുന്ന ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും എന്തോ മോനെ, എന്തോ മോളെ, എന്തോ വിഷയം. അപ്പോൾ ഇവർ മോള് മുത്തൂറ്റിലായതുകൊണ്ട് അവർ ഈ കസ്റ്റമർ സാലറി കൊടുക്കാതെ വരുമ്പോഴൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനങ്ങ് വിചാരിക്കും അത് ഒരു പഴയ മുത്തൂറ്റിലല്ലേ ഒരു ഇതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണെന്ന് വിചാരിച്ച്. പിന്നെ ഒരു 3-4 മാസത്തിന് മുമ്പ് എനിക്ക് 3 പെൺപിള്ളേരാണ്. ഏറ്റവും ഇളയതാ മോള്. രണ്ടാമത്തെ മോളുടെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ എന്നെ വിവാഹം കഴിക്കണമെന്നും പറഞ്ഞിരിക്കുക. എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. എനിക്ക് 8 വയസ്സുള്ള ഒരു മോനും എൻ്റെ ഭർത്താവും ഉണ്ട്. ഭർത്താവ് ഇപ്പം പിണങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വഴക്കായിട്ട് പിണങ്ങിയതില്ല. അതെന്ന് പറഞ്ഞാൽ മരുമോനെന്ന് പറഞ്ഞാൽ ചിലവിനുള്ളവരും അവരുടെ വീട്ടിനെ നിർത്താനും ഒരു താല്പര്യം അച്ഛൻ ഉള്ളപ്പോഴേ ഇല്ല. അപ്പോൾ അന്ന് തൊട്ടേ തള്ളയും കൊച്ചും അച്ഛൻ മരിച്ചപ്പോൾ 3 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ അച്ഛൻ്റെ ഇതിലായിരുന്നു മോനും. അപ്പം മോൾക്കിപ്പം ജോലി കിട്ടി 4 വർഷം, അടുത്ത മാസം 4-ാം തീയതി ആകുമ്പോൾ 4 വർഷമാകും. അപ്പോൾ അതിന് മുമ്പ് വരെ പിന്നെ അതിന് ശേഷം അച്ഛനായിരുന്നു കുഞ്ഞിനെ നോക്കുക. അപ്പോഴും ഈ അച്ഛൻ മോന് ചിലവിന് കൊടുക്കുകയോ ഈ കുഞ്ഞിനെ വന്ന് നോക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ മോള് വീട് വെച്ചത്, ഈ പള്ളിയുടെ അപ്പുറം. അപ്പോൾ അവിടെ വീട് വെച്ച്, അപ്പോൾ അത് വിവാഹത്തിന് മുമ്പ് ഇവരെന്തോ ഒരു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ആ ഒരു ഇതിലുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇതങ്ങ് പോയി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഇതായിരിക്കും ഇഷ്യൂ. അത് വലിയ ഇതല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞ് മോനും ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മരുമോൻ അങ്ങനെ ചിലവിന് കൊടുക്കുകയും ഈ അച്ഛനുള്ളപ്പോഴേ ഈ അവരുടെ വീട്ടിൽ നിർത്താനൊരു അകൽച്ച. അവൾ BCom ഒക്കെ ലാസ്റ്റ് ചെയ്തത് മോട് കല്യാണം കഴിഞ്ഞതിന് ശേഷം. അതെല്ലാം അച്ഛനായിരുന്നു ഇത് ചെയ്തത്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ മോൾക്ക് അപ്പോഴും തന്നെ ജോലിയും കിട്ടി. അപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവള് അങ്ങനെ ഒരു ചിലവിനെന്നുള്ള ഒരിതിലോട്ട് ഒരു കേസ് കൊടുക്കാനും. അപ്പം അച്ഛനും ഉണ്ടല്ലോ, പിന്നെ അവളും വിചാരിച്ച് ഇനി തരുന്നെങ്കിൽ തരട്ടെന്നും പറഞ്ഞുകൊണ്ടുള്ളൂ. അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഈ വീട് വെച്ച്, ഇപ്പം മോള് വീട് വെച്ച് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. വീട് വെച്ചതിന് ശേഷം അപ്പോൾ ഈ മോൾ ഇവിടെ വന്ന് നിന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റവന് അത് മനസ്സിലാക്കി കാണും, നമ്മളിവിടെ അല്ലേ, അപ്പോൾ അത് പോയതായിരിക്കും എന്നും പറഞ്ഞ് പിന്നെയും കൊച്ചിനെ ടോർച്ചർ ചെയ്യുക. കൊച്ചിൻ്റെ അടുത്ത് വീണ്ടും അല്ല, മോൾ ഇവിടെ ആയിരുന്നു. ഇപ്പം ഈ മരിക്കുന്ന ഇന്നലെ വരെ എൻ്റെ കുഞ്ഞ് ഇവിടെ ആയിരുന്നു. എൻ്റെ മോള് ഇവിടെ പാവിലിച്ച് എൻ്റെ അടുത്ത് കിടക്കുന്നത്. മോള് തറയിൽ കിടക്കാൻ അവർ വീട് വെച്ചെങ്കിലും തറയിലാണ് അവിടെയും കിടക്കുന്നത്. ഇവിടെ വന്ന് ഇവിടെ കിടക്കും എൻ്റെ മോള്, ഞാനിവിടെയും കിടക്കും. അങ്ങനെ എന്നും പോകുന്നത് പോലെ പോയിട്ട് വന്ന് അങ്ങനെ ഇവർ ഈ ചെലവിനും അവരുടെ വീട്ടിലുമുള്ള ഇത് വന്നപ്പോഴത്തേക്ക് ഇവർ ഒരു അകലം. അപ്പം കൊച്ചിന് മനസ്സിലായി ഇത് പിന്നെ വേറെയുള്ള ദുശീലങ്ങളൊന്നും മരുമോനില്ല. നമ്മളില്ലാത്തത് പറയരുതല്ലോ. ഒരു സ്വർണമോ ഒന്നും എടുത്ത് അവൻ ഉപയോഗിച്ചൊന്നും കുഞ്ഞിൻ്റെ ഒന്നും നശിപ്പിച്ചു. പക്ഷേ ഈ 2 കാര്യം അവരെ സംരക്ഷിക്കാൻ അവന് വയ്യ. പിന്നെ ഒരു വിവാഹം കഴിച്ചെന്നുള്ള ഒരിതേ ഉള്ളൂ. അപ്പോഴും അവൾ അച്ഛനുള്ളപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ലാസ്റ്റ് ഈ വീട് വെച്ചതിന് ശേഷം
ചേട്ടത്തിമാർ തന്നെ പറഞ്ഞ് ലോണും കാര്യങ്ങളും ഒക്കെ വീടിന് എല്ലാം കടവും ചിലവും എല്ലാം ഉണ്ട്, പണയും ഉണ്ടല്ലോ സ്വാഭാവികം. അപ്പോൾ അത് വന്നപ്പോൾ ഈ 3-4 മാസത്തിന് മുമ്പ് എൻ്റെ 2 പെൺമക്കളും അപ്പോഴും ഞാൻ പറയത്തില്ല എന്ന് വെച്ചാൽ അവൾക്കുള്ള ഇതിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ലോൺ അപ്പോൾ അവൾക്ക് തന്നെ തോന്നി ഇത് വന്നപ്പോഴത്തേക്ക് ഇനി എല്ലാം കൂടെ എന്നെ കൊണ്ടൊക്കത്തില്ല, മോനെ പഠിപ്പിക്കുകയോ എല്ലാം കൂടെ അല്ലേ. അപ്പോൾ അവൾക്ക് വേണ്ട എന്നുള്ളത് ഓൾറെഡി പറഞ്ഞ് എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ അവരുടെ കുഞ്ഞിന് വേണമെന്നുള്ള അത് ഓക്കെ ആക്കി, വക്കീലിനെ എല്ലാം കണ്ട് അത് ഓക്കെ ആക്കി. പിന്നെ 7,000 രൂപ മാസം 7,000 രൂപ വെച്ച് ലാസ്റ്റ് 25-ാം തീയതി കൊടുക്കണം. ഒരു 2-3 മാസം കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് അതുമില്ല മോനെ. അപ്പോൾ ആഴ്ചയിൽ ഒരു ഞായറാഴ്ച തോറും ഞങ്ങളുടെ പള്ളിയുടെ അടുത്ത് അടൂർ വന്ന് കാണാം. അതും ഈ ആഴ്ച വരുവാണെങ്കിൽ പിന്നെ 2-3 ആഴ്ച തോന്നുവാണെങ്കിൽ വരും. അപ്പോഴും കുഞ്ഞ് ചോദിക്കുക അത്ത വരുമോ എന്ന്. ഞാൻ പറയാമെന്ന് പറയും. കുഞ്ഞ് ശനിയാഴ്ചയുടെ അന്ന് വൈകിട്ട് വിളിക്കും. അപ്പോൾ ഞായറാഴ്ചയല്ലേ മോന് ഓൾറെഡി ഇവിടെ ഉള്ള സ്കൂളും ട്യൂഷനും ഒന്നും ഇല്ലാതുള്ള. അപ്പോൾ എന്നാൽ ഈ ഞായറാഴ്ച വെച്ച് അതും വരവില്ല. പിന്നെ ഈ ചെലവിനും കൊടുക്കത്തില്ല. പിന്നെ അരുണ അന്നേരം അപ്പോഴെല്ലാം ഈ മോളിങ്ങനെ വീട്ടിൽ വന്ന് നിന്നതിന് ശേഷം പിന്നെ ഇവന് കൊച്ചിനെ അവനപ്പം മനസ്സിലായി ഇവർ ഇവിടെ തന്നെന്നുള്ള ഇത് സ്ഥാപിച്ചതിന് ശേഷം മോളുമായിട്ട് സംസാരം തുടങ്ങി. കാണും ആന്നു. അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം ഈ സംഭവം നടക്കുമ്പോൾ ഈ വ്യക്തി അവിടെ ഉണ്ടായിരുന്നെന്ന് പറയാം. അപ്പം ഞാനിവിടെ പിന്നെ ഇവർ പിന്നെയും വിളിയും പറച്ചിലും കാണും, 2 പേരുടെ കയ്യിലും ഉണ്ട്. അപ്പം നമ്മൾ ഒരാളെ തന്നെ നമ്മൾ പറയാം അവൻ്റെ കയ്യിൽ കൂടുതലും തെറ്റിയെന്ന് വെച്ചാൽ അവൻ ഒരു കൊച്ചുകൊണ്ട് ഒരു ഭർത്താവ് നിലവിലുണ്ട്. ഇപ്പോഴും ഭർത്താവ് നിലവിലുണ്ട്, ഒഴിഞ്ഞിട്ടില്ലല്ലോ. മരിച്ചപ്പോഴും അവൻ്റെ ഭാര്യയായിട്ടല്ലേ മരണപ്പെട്ടത് എൻ്റെ കുഞ്ഞ്. അപ്പം ഇവൻ അപ്പം അപ്പോഴുള്ള സമയങ്ങളിൽ വിളിച്ച് പൈസകൾ എന്നുവെച്ചാൽ കൊച്ചിന് സാലറി ഉള്ളതുകൊണ്ട് അവൻ അതിൽ നിന്ന് മൊബൈൽ മേടിച്ചിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് ടോർച്ചർ ചെയ്ത് അങ്ങനെ മേടിക്കുക. അങ്ങനെ മൊബൈൽ മേടിക്കാനുള്ള പണമെല്ലാം മേടിക്കുമായിരുന്നു. അവൻ മൊബൈൽ അല്ലാതെ മേടിച്ചിട്ട് അവൻ ആ പൈസ മാസം തോറും അങ്ങനെയുള്ള പല പൈസകൾ കുഞ്ഞിനെ ഇതാക്കി മെൻ്റലാക്കി ടോർച്ചർ ഭീഷണിപ്പെടുത്തുമായിരുന്നു. അതെനിക്കറിയായിരുന്നു. അതിപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഈ 3-4 മാസത്തിന് മുമ്പ് ചേട്ടത്തി മോളെടുത്ത് പറഞ്ഞ് എനിക്ക് അവൻ പറഞ്ഞതുപോലെ മതം മാറിയിട്ട് ഞങ്ങളുടെ ജാതിയല്ല വിവാഹം കഴിക്കാം. അപ്പം കൊച്ചു പറഞ്ഞ് എനിക്ക് അതിനകത്ത് താല്പര്യമില്ല, എനിക്ക് അങ്ങനെയുള്ള എനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കി എനിക്ക് ജീവിക്കണമെന്ന്. എൻ്റെ ഭർത്താവ് എനിക്ക് തന്നില്ലേലും എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും കടം തീർത്തു എൻ്റെ മോൻ അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഈ മെനഞ്ഞാന്ന് വരും മരിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് വരെ. അതിന് ശേഷം ഇവൻ പിന്നെ ഈ വീട് വെച്ചതിന് ശേഷം ഭയങ്കര ഇതായി. ഇപ്പം ഇയാൾക്ക് ഇങ്ങോട്ട് കൂടി കുഞ്ഞിനെ കൂടുതൽ ഇതാക്കി ഇനി അടുക്കുമ്പോൾ എന്ന് വെച്ചാൽ മോടെ പേർക്ക് വീട് സ്ഥലവും എല്ലാം അത് മൈൻഡിൽ വന്നതിന് ശേഷമാണ് ഭയങ്കര ടോർച്ചിങ് ആയത്. വീട്ടിലും സ്വത്തിലും ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു.